അപ്പോൾ ചെങ്കളെ ഇത് ഖത്തറിൽ റിജൻസി മാൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാളാണ്. ആ ഹാളിൽ ഇങ്ങനെ കോസ്റ്റ്ലി സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. അതിലിത് മോതിരങ്ങൾ, നമ്മൾ നീല് രത്നക്കല്ലുകൾ വൈരക്കല്ലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പല പല മോതിരങ്ങൾ, അതേപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ക്രീം, ഫേസ് വാഷ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള പല പല സാധനങ്ങളൊക്കെ കോസ്റ്റ്ലി ആട്ടോ. ഇവിടെ അവരിത് ഇങ്ങനെ ഫേസ് വാഷും മറ്റും മറിച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കട. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പല സാധനങ്ങൾ നമ്മളെ നാട്ടിലൊക്കെ ഫുട്പാത്തിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ വിൽക്കണ നുറുക്കുകളൊക്കെ. പക്ഷേ ഇത് വേറെയാണ് സാധനം. ഈ എള്ളൊക്കെ വീശിയിട്ട് ഇവർ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മൾ ഫുട്പാത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ അച്ചാറിട്ടത് ഉപ്പിലിട്ടത് എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇവിടെ ഉള്ളത് കുറച്ച് സ്റ്റാൻഡേർഡാണ് മാത്രം. നെല്ലിക്ക, ജൈത്തൂന് ഇങ്ങനെയുള്ളതൊക്കെ അത് അവരവിടെ മേക്ക് ചെയ്ത് സാൻഡ്വിച്ചാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ലേഡി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് റൊട്ടിയിൽ ഇങ്ങനെ തേച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വില ചോദിച്ചപ്പോൾ ഒരു പീസിന് 15 റിയാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണോണ്ട് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എൻ്റെ മുഖം എടുക്കാതിരുന്നാൽ മതി, എൻ്റെ മുഖം എടുത്താൽ ഞാൻ ചിലപ്പം വൈറലാവും എന്ന് പറഞ്ഞു. ഓക്കെ വൈറലാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോന്ന്. അങ്ങനെ ചെന്നപ്പോൾ കുറേ കുട്ടികളുടെ ഡ്രസ്സും മറ്റും ഒക്കെ ആയിട്ട് നല്ല കോസ്റ്റ്ലി ഡ്രസ്സുകളാട്ടോ. ഇതിനൊക്കെ ഓരോന്നിനൊക്കെ ഭയങ്കര വിലയാണ്. ഇനി കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ ഇവർ ഈ ഖത്തറികളൊക്കെ ഇടുന്ന ഓരോ ഡ്രസ്സുകളാണ്. അപ്പോൾ അങ്ങനെ ഇത് ഖത്തറിൻ്റെ സെറ്റാണ്. അതിന് 380 റിയാൽ. ഇതൊക്കെ ഇങ്ങനെ പല പല സാധനങ്ങൾ, കല്യാണത്തിന് സൽക്കാരത്തിനൊക്കെ അലങ്കാരങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള ലൈറ്റുകൾ. ഇത് ഊതുമ്മ ഉണ്ടാക്കണതാണ്. ഇത് ഊതിൻ്റെ പീസാണത്. അതിൽ ചന്ദനം, അതിൽ ഉണ്ടാക്കിയ പേര്, നെയിം ബോർഡുകൾ നമ്മളെ വണ്ടിമേലൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത് അവർ. ഒരുവിധം വണ്ടിൻ്റെ ലോഗോ ഒക്കെ അതിമുണ്ട്. വണ്ടിയിൽ അത്യാവശ്യം സ്മെല്ലൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരു പീസിന് 100 റിയാലാണ്. അതൊരു നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ മേക്ക് ചെയ്ത് തരുമെന്നും പറഞ്ഞു. നമ്മളെ പേര് പറഞ്ഞു കൊടുത്താൽ അത് അവരുണ്ടാക്കി തരും. അതേപോലെയുള്ള സാധനം ഉണ്ടാക്കിത്തരും. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അടിപൊളി. അപ്പോൾ ചങ്കളെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്ത് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടിയിട്ടോ. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇതും കൂടി ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ സെറ്റ്.